നമ്മളൊക്കെ കിറ്റിലിട്ട് ഈ പുള്ളിക്കാരൻ എങ്ങോട്ടാണാവോ പോകുന്നത്? ആ, മഴ പെയ്ത് സമാധാനമായി. ഇവിടെ കയറിക്ക. ഇല്ല അമ്മോ, ഇത് നമുക്ക് കയറിക്കാൻ പറ്റിയ സ്ഥലമല്ല കേട്ടാ, അപകടം പിടിച്ച സ്ഥലം. നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നു കേട്ടാ. പുള്ളിക്കാരൻ നമ്മളോട് കൊണ്ടുവന്നേക്കണേ ഇതുപോലെ തീയിലിട്ട് വേവിച്ച് അടിച്ച് പരത്തി മൂർച്ച കൂട്ടി പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പഴയ കത്തിയാണല്ലോ. പഴയതാകുമ്പോൾ ചൂര കളയാൻ പറ്റൂലല്ലോ. ശരിയാണ് ചേട്ടൻ വന്നത്, ഇത് നൂറ്റന്റെ കാലമാണ്. അതാണ് ശരി, പഴയതിനെ മാറ്റിയെടുത്തുള്ള കാലമാണ്. ഇതെന്താ സംഭവം? ഇതെന്തിനാ ഇങ്ങനെയിട്ട് വലിക്കുന്നത്? ഇതാണ് ഓല. കണ്ടോ, നമ്മളെപ്പോലെ പച്ചിരുമ്പായിരുന്നു. ഇത് ആ തീയിൽ വെച്ച് തീക്കണ്ണൽ പോലെ പഴുപ്പിച്ച് അതിൽ എൻ്റെ അമ്മോ എന്തിടിയാണ് ഇയാൾ ഇടിക്കുന്നത്. ഓ, പരന്ന് പോയിട്ടാ, എൻ്റെ നെഞ്ച് പൊട്ടുകയാണ് ഇത് കാണുമ്പോൾ. ഇതുപോലൊക്കെ തന്നെ നമ്മളെ ചെയ്യുമോ? ഇവിടെ വന്നാൽ നമ്മളെപ്പോലെയുള്ള എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം തീയിൽ വെച്ച് അങ്ങോട്ട് ചൂടാക്കും, വെച്ച് പഴുപ്പിക്കും. പഴുത്തതിന് ശേഷം എടുത്ത് ഇതുപോലെ കല്ലിൽ വെച്ച് അടിച്ച് അലത്തിയതിന് ശേഷം ആ വെന്തുരിക ആ കഷ്ണത്തിനെ വെള്ളത്തിലാണ്ട് മുക്കും. അത് മുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോന്നാ? എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു. ഇതുപോലെ എണ്ണ പഴുപ്പിച്ച് ഇതുപോലെ കല്ലിലിട്ട് അടിച്ച് പരത്തി നിരപ്പാക്കി ഇതിന് ശേഷം ഒരു സംഭവമുണ്ട്, അത് കാണാൻ പോകുന്നൊരു പൂരം തന്നെയാണ് കേട്ടാ. ഈ ചേട്ടൻ എന്താ ഇങ്ങനെ വലിക്കുന്നത്? ഇങ്ങനെ വലിക്കുമ്പോൾ ആ പിന്നിലുള്ള ഓലയിൽ നിന്ന് എയർ ഈ തീയിലേക്ക് വരും. അപ്പോഴാണ് തീ അങ്ങനെ ആളിക്കത്തുന്നത്. ഇവിടെ നല്ല ചൂടായിരിക്കും. ചൂട്ടിൽ ഇരുമ്പ് വെച്ചാലും ഉരുക്ക് വെച്ചാലും അത് ഉരുകി ഇതുപോലെ തീക്കട്ട പോലെയായി മാറും. പിന്നെ നമ്മളെ അടിച്ച് പരത്താൻ വലിയ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനുഭവം, അത് കാണാൻ പോകുന്നുള്ളൂ. ഈ അടിച്ചു പരത്തലിന് ശേഷം ഇനി ഒരു രാവലുണ്ട്. അത് പലതരത്തിലുള്ള അരങ്ങൾ ഉപയോഗിച്ചിട്ട് നെഞ്ചിൽ കരകര പല്ല് കൂടി ആകെ വേദനിക്കുന്നു അല്ലേ. ഇത് നമ്മളുടെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ അവസാനമായിട്ട് ഇവർ ചെയ്യുന്ന പണി. ഈ സാധനത്തിൻ്റെ പേരെന്തെന്നാ? ഒല. ആ, അപ്പം ഇതിനെങ്ങനെ ആല എന്ന് പറയുന്നത്? ഒലയും അതിന്റെ പണിസാധനങ്ങളും എല്ലാം കൂടി ഒരു ആലയായി മാറാൻ ആലയമായിട്ട് ഒരു ആലയം എന്നുള്ള അർത്ഥത്തിലാണ് ആല. രാവി മൂർച്ച കൂട്ടിയതിന് ശേഷം വെള്ളത്തിലൊഴിച്ച് ഇതുപോലെ ടമ്പറാക്കും. ആ ടമ്പറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെട്ടിയാലും ഇരുമ്പിനെ വെട്ടിയാലും മുറിയും എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലാണ് ഈ പറഞ്ഞ ആല. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കത്തി, പിച്ചാത്തി, വെട്ടുകത്തി, വാക്കത്തി എന്ന് വേണ്ട ആയുധങ്ങൾ വരെ നിർമ്മിച്ചിരുന്നത് ഇത്തരം ആലകളിലായിരുന്നു.